പ്രായം കൂടുന്തോറും ലൂഫിയെ ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. ലൂഫി എന്നത് വെറും റബ്ബർ പവേഴ്സ് ഉള്ള ഒരു കുട്ടി മാത്രമല്ല. ലൂഫി റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്രീഡമാണ്. പക്ഷേ ലൂഫിയെ ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത് അവൻ സ്വാതന്ത്ര്യമായി ജീവിക്കുന്നത് കൊണ്ടല്ല, ലൂഫിന്റെ കൂടെയുള്ള ആളുകൾക്ക് അവൻ എങ്ങനെ ഫീൽ ചെയ്യിക്കുന്നു എന്നതാണ്. സോറോയുടെ സ്വപ്നം കേട്ടിട്ട് അവൻ ഒരിക്കലും സോറോയെ കളിയാക്കിയില്ല. നാമി തനിച്ചല്ലെന്ന് അവൾക്ക് ബോധ്യപ്പെടുന്നത് വരെ ലൂഫി അവളുടെ കൂടെ തന്നെ നിന്നു. പിന്നെ റോബിൻ താൻ ജീവിക്കാൻ പോലും അർഹയല്ലെന്ന് വിശ്വസിച്ചിരുന്ന സമയത്ത് ലൂഫി അവളെ ഐ വാണ്ട് ടു ലീവ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ സഹായിച്ചു. ലൂഫി ഒരിക്കലും ആളുകളോട് നീ ഇങ്ങനെ ആകണം എന്ന് പറയാറില്ല. പകരം അവർ എപ്പോഴും ആകാൻ ആഗ്രഹിച്ചിരുന്ന ആ വ്യക്തിയായി ഇപ്പോഴും മാറാൻ സമയമുണ്ടെന്ന് അവൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും ലൂഫിക്കും ചിലപ്പോഴൊക്കെ വഴി തെറ്റും. പക്ഷേ അതാണല്ലോ നല്ല സുഹൃത്തുക്കൾ ഉള്ളതിന്റെ കാരണം. അവർ നിന്റെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കില്ല, പകരം നിനക്ക് സ്വന്തം വഴി കണ്ടെത്താൻ സഹായിക്കും. അതുകൊണ്ട് ലൂഫിയെ പോലെ ജീവിക്കുക എന്നത് സ്വന്തം ഫ്രീഡം മാത്രം തേടുന്നതായിരിക്കില്ല. ഒരു പക്ഷേ നമുക്ക് ചുറ്റുമുള്ളവർക്കും സ്വതന്ത്രരായി ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരാളായി മാറുന്നതാണ് യഥാർത്ഥ ഫ്രീഡം. കാരണം ലൂഫിയുടെ ഏറ്റവും വലിയ പവർ അവന്റെ ഡെവിൾ ഫ്രൂട്ട് ഒരിക്കലും ആയിരുന്നില്ല, അവൻ ആളുകളെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു കാര്യമാണ്. അവർ എന്തൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ജീവിതം ഇപ്പോഴും അവരുടേത് തന്നെയാണ്.